perfect guiding tutor for home appliances. ജീന, നല്ല ദാഹം. ഫ്രിഡ്ജിൽ വെള്ളമുണ്ടോ? ഫ്രിഡ്ജിൽ വെള്ളമുണ്ട്, അവിടുന്ന് എടുത്ത് കുടിച്ചോ? ഇതെന്താ ജി? ആഹരിക്കടയുടെ ഗോഡൗണാ? ഇതെന്തിനാ ഇങ്ങനെ കുത്തി നിറച്ച സാധനങ്ങൾ വെക്കുന്നത്? അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇങ്ങനെ വെച്ച് ഫ്രിഡ്ജ് നിറക്കല്ല. ഇനി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലെ നിറച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള എപ്പോഴും എടുക്കേണ്ട സാധനങ്ങൾ പുറത്തോട്ടായിട്ടും അതല്ലാതെ എപ്പോഴും എടുക്കേണ്ടത് അകത്തോട്ടായിട്ടും വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധിക നേരം ഫ്രിഡ്ജ് തുറക്കാതെ പെട്ടെന്ന് തുറന്ന് എടുക്കാനും ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ അത്യാവശ്യം മാത്രം തുറക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ കറണ്ട് ചാർജും ലാഭമാണ്. ജിനയത്തെ ലൈറ്റ് കത്തുന്നില്ലല്ലോ. കഴിഞ്ഞ മാസം നന്നാക്കിയിട്ട് 2 ദിവസമേ കത്തിയിട്ടുള്ളൂ. ഇനി ആദ്യം മെക്കാനിക്കിനെ വിളിച്ച് 500 രൂപ കളയേണ്ടെന്ന് വെച്ച് പറയാതിരുന്നതാ. അയ്യോ, അതിന് മെക്കാനിക്കൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിന്റെ ബൾബ്. ഇത് നമുക്ക് തിരിച്ചൂരിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചിടുകയോ വേണ്ടു. ഇതാണ് ഇതിന് സാധാരണ ഇടുന്ന ബൾബ്. ഇത് 15 വാട്ട് ബൾബാണ്. ഇപ്പോൾ ഇതിന് പകരം 5 വാട്ട് ബൾബ് കിട്ടുന്നുണ്ട്. ഇത് LED ബൾബാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലൈഫും കൂടുതലുണ്ട്, പെട്ടെന്ന് പോവില്ല. നമുക്കിതിടാം. ഇത്രേ പണിയുള്ളൂ. ജി, ഫ്രീസർ നിറയെ ഐസാന്നല്ലോ. ഇതൊരു തരം അന്റാർട്ടിക്ക പോയവരുണ്ടല്ലോ. ഇതിന്ന് എങ്ങനെ സാധനങ്ങൾ എടുക്കുന്നേ? ഫസ്റ്റ് ഇതുവരെ ഒന്നും അപകടം സംഭവിക്കാത്ത ഭാഗ്യം. ഇതിൽ വെച്ച് സ്പൂണോ കത്തിയോ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോയിൽ കേടായി പോവും. കോയിൽ കേടാവും, ഗ്യാസ് ഒരു പക്ഷെ ലീക്കാവും. ഐസ് ഇതുപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീഫ്രോസ്റ്റ് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഐസൊക്കെ ഉരുകിപ്പോവും. അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റും. ഐസ് കട്ട പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് സന്ധ്യ സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. ഒരു 2-3 മണിക്കൂർ ഓഫ് ചെയ്താൽ ഇതുപോലെ കട്ട പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിന്റെ ബാക്കിലായി വരുന്നൊരു ട്രേ ഉണ്ട്. ആ ട്രേയിലാണ് ഈ ഐസൊക്കെ വെള്ളമായി നിറയുന്നത്. അപ്പോൾ അതെടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇത് ഹീറ്റിംഗ് ഒന്നും കഴുകാറില്ലേ ജി? നമുക്ക് ഇനി ഇവിടെ വെച്ചല്ലാതെ അഴിച്ചെടുത്ത് തുടക്കാൻ പറ്റും. ഇതിൽ നൂരിയെടുക്കാൻ പറ്റും. ഇതുപോലെ അഴിച്ചെടുത്ത് നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഇതുപോലെ അഴിച്ചെടുത്ത് ഇത് കഴുകി വൃത്തിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ചിടാനും പറ്റും. ഇനി ഇതുപോലെ ഹാർഡായി പഴകി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുതിയത് വാങ്ങിച്ചിടാനും പറ്റും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു കഴിഞ്ഞാലുള്ള ലീക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും. കറണ്ട് കൺസപ്ഷൻ കുറക്കാനും പറ്റും. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഇവിടെ വെച്ച് ചേർത്ത് പ്രസ് ചെയ്താൽ ഇതിവിടെ സെറ്റാവും. ഇത് നല്ല ഫിറ്റായി. നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോഴെപ്പോഴും ചുവരിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് മാത്രം ഫ്രിഡ്ജ് വെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ഫ്രിഡ്ജ് പ്ലഗിൽ നിന്നും ഊരി മാറ്റുക. ഫ്രിഡ്ജിൽ പാത്രങ്ങൾ വെക്കുന്നത് എപ്പോഴും അടച്ചു വെക്കുക. സന്ധ്യാസമയങ്ങളിൽ എപ്പോഴും ഫ്രിഡ്ജ് 2-3 മണിക്കൂർ ഓഫ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.
ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക്